എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തതിൻ്റെ കീഴിലേക്ക് പോവാം. ഫസ്റ്റ് വൺ ആഘോഷിക്കാനുള്ളത് എവിടെ നിന്ന് ഉള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. തമിഴിൽ നിന്ന്, മലയാളത്തിൽ നിന്ന്, തെലുങ്കിൽ മൊത്തത്തിൽ ആഘോഷമാണ്. അതെ. ഫസ്റ്റ് വൺ മലയാളം. ആസിഫ് അലി തമർ KV മൂവി സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൽ നമ്മുടെ ആസിഫ് അലി ജോയിൻ ചെയ്തിട്ടുണ്ട് ലൊക്കേഷനിൽ. അടുത്ത പരിപാടിയാണ് കേട്ടോ. അടുത്ത അടിപൊളി പരിപാടിയാണ് കേട്ടോ. വരട്ടെ, അടിപൊളിയാവട്ടെ. ദിവ്യപ്രഭയാണ് ഇതിൽ നായിക കേട്ടോ. ഓക്കെ. ശ്രീകാന്ത് ഒഡേല നെക്സ്റ്റ് മൂവി. ചിരഞ്ജീവി നായകനാവുന്ന സിനിമ. നാനിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നാനി SLVC സിനിമാസും. ഓക്കെ, അനൗൺസ്മെന്റ് എത്തിയിട്ടുണ്ട്. സംഭവം ഇതൊരു ഫാൻ ബോയ് സംഭവം തന്നെയായിരിക്കും. നാനിയുടെ ഭാഗത്തുനിന്നും ഒഡേലയുടെ ഭാഗത്തുനിന്നും ഗംഭീര സാധനം തന്നെ ആയിരിക്കാം. എന്തായാലും ഈ രീതിയിലുള്ള പരിപാടിയൊക്കെ പിടിക്കട്ടെ അല്ലേ. മാറ്റം അനിവാര്യമാണ്, ഏത് മെഗാസ്റ്റാർ ആണെങ്കിലും. അതെ, ഇങ്ങനത്തെ പരിപാടി പിടിക്കണം. അത് കുറച്ച് നല്ല ബ്രൂട്ടൽ സംഭവമായിരിക്കും അല്ലേ, വയലൻസ് ഒക്കെ ഉള്ള. അടുത്തത് ദളപതി 69. ഈ പോസ്റ്റർ കണ്ടിട്ട് പിന്നെ റൂമേഴ്സും ആ രീതിയിലുള്ളതാണ് വരുന്നത്. നോക്കാം. ദളപതി 69 സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഡിസംബർ 31 5 മണിക്ക് വരും എന്നുള്ളതാണ് റൂമേഴ്സ്. ഡിസംബർ 31 5 മണിക്ക്. അപ്പോൾ ടൈറ്റിൽ ലുക്ക് ഇല്ലല്ലേ. അപ്പോൾ ഫസ്റ്റ് ലുക്കിന് കാത്തിരിക്കണം. അടുത്തത് ഓക്കെ. സൂക്ഷ്മദർശിനി സിനിമ 50 കോടി ക്ലബിൽ. ആ ചെങ്ങായിൻ്റെ ഒരു കാര്യം. ബേസിൽ ജോസഫ് തൊട്ടാ പൊന്നാണല്ലേ. ആളഭിനയിച്ച സത്യമാണെന്ന് ആലോചിച്ച ആളഭിനയിച്ച എല്ലാ സിനിമകളും ഏതാണ്ട് എല്ലാം 1 2 ഒറ്റ ഉണ്ടാവുള്ളൂ അതിൽ കുറഞ്ഞു വെക്കുന്നത്. അത് 50 കോടിയിലേക്ക് എത്താതെ ആ ഒരു ചാഞ്ചാട്ടത്തിൽ ബാക്കി എല്ലാം 50 കോടിയാണ്. ഇപ്പൊ ആരാണ് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ? ശരിക്കും അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കാം. ചെയ്യുന്ന സിനിമകളെല്ലാം 50 കോടി ക്ലബിൽ കയറ്റുന്നു. അപ്പൊ ആരാ ശരിക്കും ജനപ്രിയനാണ് ഇപ്പോൾ. ജനപ്രിയ നായകൻ ഇപ്പോൾ ബേസിൽ ജോസഫ് തന്നെയാണ്, ഒരു സംശയമല്ല. ആളുടെ തലവട്ടം കണ്ടാൽ മതി ആള് കയറും ഓടിക്കൂടുകയാണ്. അത് ഒരു പ്രതീക്ഷയാണ് ആളിലുള്ള. അതെല്ലായിടത്തും. ഇപ്പോൾ ഒരു ഇന്റർവ്യൂ ആണെങ്കിലും വ്യൂസ് നോക്കിക്കോ. സത്യം. ഇനി തിയേറ്ററിൽ ആളുടെ സിനിമ കളിക്കുന്നുണ്ടെങ്കിൽ അതിനും ഉണ്ടാവും. അതിന് ഏത് സംവിധായകൻ ആരും നോക്കുന്നില്ല. മറ്റുള്ളവർക്ക് അത് അങ്ങനെയൊക്കെ നോക്കും. എല്ലാത്തിലും സംവിധായകൻ ആരാണ് എഴുത്തുകാരൻ, ആരാണ് പ്രൊഡക്ഷൻ, ഇതൊക്കെ നോക്കും. ബേസിൽ ജോസഫിന് അതൊന്നും നോക്കുന്നില്ല. ബേസിലാണോ ആളുണ്ട്. ചെറുക്കാ വീഡിയോ കണ്ടിട്ടൊരു കമന്റ് ഇട്ടേക്കണം. അടുത്ത റൈഫിൾ ക്ലബ് ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമ ഡിസംബർ 19 റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഇന്ന് 6 മണിക്ക് വരും. എല്ലാം കൂടി കൊണ്ടുപോവാ ഒരുമിച്ച്. എല്ലാം കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് വാ. അതെ, ഇത്രയും ദിവസം ഇവർക്ക് സമയം ഉണ്ടായിരുന്നു. ഇറക്കി വിടുമ്പോ എല്ലാം ഒരുമിച്ച് ഇറക്കി വിട്ടോ. അടുത്ത് അതാ കറക്റ്റ്. ഐഡന്റിറ്റി സിനിമയുടെ ടീസർ ഇന്ന് 5:30. സന്തോഷമായല്ലോ. നമ്മുടെ അഖിൽ പോൾ, അനസ്കാൻ ഇവർ രണ്ടുപേരും എഴുതി ഇവർ തന്നെ സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ടൊവിനോന്റെ കൂടെ തൃഷ. ഓക്കെ, അടുത്ത കിഴി പ്രതീക്ഷ വിടാമുയർച്ചി. പ്രശ്നമായിക്കണ്, പണി കിട്ടി. ചെറുതായിട്ടൊരു പ്രശ്നമായിക്കണ്. അല്ലെങ്കിൽ തന്നെ എന്നാ ആ തരവ് കാണിച്ചത്. അല്ല പിന്നെ ഒരു സാധനം കണ്ടോൺ ചെയ്ത് വെച്ചൊരു സാധനം എടുക്കുമ്പോൾ അയാളോട് ഒരു അനുമതി ചോദിക്കാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ. ഒന്ന് പോക്കെങ്കിലും ചെയ്യണ്ടേ? അതെ, എന്ത് മനുഷ്യന്മാരാന്ന് ആലോചിച്ചോണം. സംഭവം അങ്ങനെയാണെങ്കിൽ ഏത് ബ്രേക്ക് ഡൗൺ എന്ന സിനിമയുടെ റീമേക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കഥ ഇതിലുണ്ടെങ്കിൽ ഒന്ന് അനുവാദം ചോദിക്കാമായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ അനുവാദം ചോദിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസിന് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ റൂമേഴ്സ്. ഫേക്ക് ആണെന്ന് അറിഞ്ഞൂടാ. 150 കോടിയാണ്. 150 കോടിയാണ് നഷ്ടപരിഹാരം. പൈസ ഉള്ളൂ. 2 സിനിമ ചെയ്യായിരുന്നു വേറെ. അതോ ഇതാണ് ഈ ഷൂട്ട് ഇതുവരെ തീർന്നിട്ടില്ല. ഇനി വല്ല മാറ്റം വരുത്താനാണോ ഈ നോട്ടീസൊക്കെ വന്നപ്പോഴേ? എന്ത് ചെയ്യാനല്ലേ. ടീസറിൽ ഏതാണ്ട് നമുക്കത് ബ്രേക്ക് ഡൗൺ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞ സംഭവമാണത്. നമ്മൾ മാത്രമല്ലല്ലോ. അടുത്തത് ജയിലർ 2 സിനിമയുടെ പ്രൊമോ ഷൂട്ട് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കേട്ടോ കേൾക്കുന്നത്. അടുത്ത റൂമർ ഇത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ലേ? അതെ, പ്രശ്നമാണ്. അത് റൂമറാണ്. ഇത് എന്താണെങ്കിലും 12-ാം തീയതി ഇതിന്റെ പ്രൊമോ പുറത്ത് വരും എന്നും പറയുന്നുണ്ട് കേട്ടോ.
കാത്തിരിക്കുകയാണ് കൂലിയും ജയിലർ 2-നും. രണ്ടും വീഡിയോ ആണെങ്കിൽ രണ്ടും വിടൂല. അതെ, ഒരു വീഡിയോ അന്ന് വിടുള്ളൂ, അനുവദനീയേ ഉള്ളൂ. അതങ്ങനെയാണ്, അങ്ങനെ വെപ്പ്. ഇനി അതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് എന്തെങ്കിലും വന്നാലോ, അല്ലെങ്കിൽ ക്ലീഷ ബ്രേക്ക്. അതാണ് എപ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്ലീഷ പരിപാടി മാറ്റണല്ലോ എപ്പോഴും. ബാരോസ് സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ സംവിധാനം ചെയ്ത് പുറത്തു വരുന്ന സിനിമയാണ്. സിനിമ ഡിസംബർ 25-ന് റിലീസിനെത്തും. വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഒരു സന്തോഷ വാർത്ത. അതായത് ആശീർവാദിൻ്റെ ഒറിജിനൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മുടെ ഇതിൻ്റെ ഈ ബറോസിൻ്റെ ഒഫീഷ്യൽ ട്രailer റിയാക്ഷൻ ഉണ്ടായിരുന്നില്ലേ, അതിന് ഒരു കമൻറ്റ് ഇട്ട് വന്നിട്ടുണ്ട് ഇവർ. ഇന്നലെ തന്നെ ഞങ്ങളെടുത്ത് ചാർത്തിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, കണ്ടു കാണും കുറേ. സന്തോഷമായി. അടുത്ത് ഇതിന് മുൻപ് നമുക്ക് ഹോംബാലി ഫിലിംസ് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, ഏത് ബഗീര സിനിമയുടെ ട്രailer റിയാക്ഷൻ ചെയ്തപ്പോൾ. അപ്പോൾ അവർ നമ്മൾ ക്ഷണിച്ചു സിനിമ കാണാൻ, പോയി കാണുമെന്ന് പറഞ്ഞു. അതല്ല, അപ്പം ഇന്നും ഒരു ടീമിൻ്റെ കൂടി വരാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ആ പ്രൊഡക്ഷൻസ് കള്ള പാട്ടികളെ ഏതിന് ഇത് പറഞ്ഞിട്ടുണ്ടാവും. അതിൽ നമ്മൾ ഫേക്ക് ആണോന്ന് അറിഞ്ഞുകൂടാ, അത് ശരിയാണോന്ന് അറിഞ്ഞുകൂടാ, നമുക്കറിയില്ല അത് എന്ന് നമ്മൾ എടുത്ത് പറയുന്നത്. ഇത് ന്യൂസ് വരുന്നുണ്ട് കേട്ടോ ഇതിലൊക്കെ, അത് നമ്മൾ പറഞ്ഞോളൂ. ഇത് സത്യമാണ് നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ കരുതി എന്താ അറിയോ, ഇന്ന് വേറൊരു സാധനം വരുന്നുണ്ട്, ഒരു മുതല്, ഒരു അഡാറ് സാധനം, ആ കമ്പനിയിൽ നിന്നാണോ കമന്റ് എന്നുള്ളതാണ് നീ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ നല്ലതൊന്നും എന്റെ ചിന്ത വരുമല്ലോ എന്നൊക്കെ അറിഞ്ഞോളൂ. പേടിപ്പിച്ചോളം അങ്ങനെ ഇരുത്തിട്ടോ. അടുത്തത് സൂര്യ 45 സിനിമയില് തൃഷ ഇന്ന് ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ വിജയ് സേതുപതി ഓൺ ബോർഡ് ആയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് സർപ്രൈസ്. ശരിക്കും ആദ്യം തന്നെ വിജയ് സേതുപതിക്ക് ഉണ്ട്, വിജയ് സേതുപതിനൊക്കെ അല്ലേ ആദ്യം തന്നെ ഓൺ ബോർഡ്. ഒഫീഷ്യലായിട്ട് ആരും പുറത്തുവിട്ടിട്ടില്ലല്ലോ. ശരിയാണ്. ഇന്നിപ്പോ എന്തായാലും തൃഷ ജോയിൻ ചെയ്യുന്നുണ്ട് നായികയായിട്ട്. വില്ലൻ വേഷം ഇനി എന്തായാലും നമ്മുടെ വിജയ് സേതുപതി ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ക്യാരക്ടർ വീരെടുത്ത് കാണണല്ലോ. വീര സിനിമയുടെ ശരിയാണല്ലോ. അതെടുത്ത് നോക്കുമ്പോ ഇന്ന കഥാപാത്രം കണ്ടില്ലേ നീ? മിനിഞ്ഞാന്നും പറഞ്ഞല്ലോ എടുത്ത് കാണുന്നത്. കാണാൻ തോന്നുന്നില്ല, കമന്റ്സ് ആ വഴിക്ക് പോകണ്ടെന്ന്. നല്ല കാര്യം, അതാണ് റീമേക്ക് ചെയ്തുകൊണ്ട് വരാൻ പോണെങ്കിൽ. അല്ല, മോശം സാധനം ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്ന് വളാവുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാ, മേ ബി അങ്ങനെ ആവാം. പക്ഷെ ചീഞ്ഞത് പിന്നെയും ചെയ്യുവോ? അങ്ങനെ ചെയ്യിക്കരുതേ, അല്ലെങ്കിൽ ചെറുക്കന് അമ്മ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് അഖണ്ഡന്റെ സംവിധായകൻ ഉണ്ടായിരുന്നല്ലോ. അഖണ്ഡ സംവിധായകന്റെ പേര് എന്ത്, ശ്രീനു അല്ലേ? അതന്നെ, ശ്രീനുപതി ശ്രീനു അങ്ങനെ ഒരു ശ്രീനുണ്ട്. ആളുടെ ഒരു കഥ നമ്മുടെ സൂര്യ കേട്ടിട്ടുണ്ട്. സൂര്യ ഓക്കെ പറഞ്ഞു എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒരു തെലുങ്ക് ചിത്രം നന്നാവാൻ ഉദ്ദേശമില്ലേ? ചിലപ്പോൾ പറയാൻ പറ്റൂല. നന്നായാലോ? നല്ല പടമായിരിക്കും, നന്നായാൽ മതി. അല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊന്നും കൊടുക്കണ്ട. നല്ലൊരു ഇപ്പോൾ കാർത്തിക് സുബ്രാജ്, അതിപ്പോൾ എന്താവുന്നത് നമുക്ക് അറിയില്ലെങ്കിലും പ്രതീക്ഷയുള്ള സംഭവമാണ്. അതായത് നല്ല രീതിയിൽ ഒരുക്കി പുറത്ത് വിടാനുള്ള കഴിവുള്ള ഒരാളാണ്. അതൊരു സത്യം. അങ്ങനെയുള്ള ഒരാളത് അവിടെ കൊടുക്കുന്നതല്ലേ നല്ലത്. പിന്നെ അപ്പുറത്ത് വാടിവാസല്. അതെ 2027 അതുവരെയൊക്കെ. അപ്പൊ എന്നാണ് ഇനിയിപ്പോ തിരിച്ചു വരവ്? അയ്യോ, 44-ലായിരിക്കും. 44. അതെ. അടുത്ത കിഴി ഛത്രപതി ശിവജി മഹാരാജ. ഋഷഭ് ഷെട്ടി നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ, ഫസ്റ്റ് ലുക്കാണ്, അനൗൺസ്മെന്റ് പോസ്റ്ററാണ്. 2027 ജനുവരി 21 സിനിമ റിലീസ് എത്തുന്നു. ജനുവരി 27-നാണ്. ഓക്കെ, സോറി, 27-ന്. സന്ദീപ് സിംഗ് ആണ് സിനിമ. ഞാൻ മര്യാദക്ക് 21 പറഞ്ഞത്. എൻ്റെ ഒരു കണക്കിൽ നോക്കട്ടെ, 21. അന്നേ അറിയായിരുന്നു ഇവന്റെ കണക്ക് എപ്പോഴും പേച്ചിട്ടുള്ളൂ. എന്നിട്ടും ഞാൻ പിന്നെ ഇവനെ വിശ്വസിച്ചു. 27. അതവർക്കറിയാം നീ എന്നെ വിശ്വസിക്കുന്നുണ്ട്. സന്ദീപ് സിംഗ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇത്തിരി കഷ്ടമാണ് നോക്കണേ. അടുത്തത് സോറി ഗൈസ്, പുഷ്പ 3 സിനിമ അനൗൺസ് ചെയ്തു കേട്ടോ. ഇപ്പൊ പുഷ്പ 2-നോട് മാറിയിരിക്കുന്നത്. പുഷ്പ 3 റാംപേജ്. പിന്നെ വേറൊരു കാര്യം, റൂമറുകൾ
തകർക്കുന്നുണ്ട് കേട്ടോ. പുഷ്പ 3-ല് പുഷ്പേന്റെ വില്ലനായിട്ട് വിജയ് ദേവരകൊണ്ടയായിരിക്കും എന്നുള്ള റൂമറുകൾ. നന്നായിരിക്കും. ഫഹദ് കഴിഞ്ഞ് ഫഹദ് എന്തായാലും വിജയ് ദേവരകൊണ്ടനേക്കാളും മികച്ച വില്ലനാണ്. തീർച്ചയായിട്ടും. അത് നമ്മൾ പുഷ്പ 2 കാണണ്ട, അതിന് മുമ്പ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. നമ്മളങ്ങ് ഉറപ്പിച്ചു. അതിന്റെ മുകളിലേക്ക് അത് 3 ആണല്ലോ വരുന്നത്, റാംപേജ്. അതിലേക്ക് വില്ലനായിട്ട് വിജയ് ദേവരകൊണ്ട, അതും അല്ലു അർജുന്റെ വില്ലനായിട്ട്. നോക്കാം, ഇതൊക്കെ സത്യമാണെന്ന് പറയാൻ പറ്റൂല. റൂമേഴ്സ് എന്താന്നുള്ളത് കണ്ടറിയാം ഇല്ലടിയാ. ഓക്കെ, അടുത്ത കിഴി SK25 പുരനാനൂർ. സിനിമയിൽ നമ്മുടെ സിനിമയായിട്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. എസ്കയും സുധാകങ്കാരയും തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്നും ആള് സെറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. ന്യൂസ് വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു. ന്യൂസ് വന്നിട്ടുണ്ട്. ഇത് പിന്നെ എന്താണെന്നറിയോ, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, വിശ്വസനീയമായിട്ടുള്ള ചില ചാനലിൽ നിന്ന് വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. ചിലപ്പം തെറ്റൊക്കെ ആർക്കും പറ്റും, അത്രേ ഉള്ളൂ. ഇതല്ല ഞാൻ ആദ്യം ഒന്ന് ഇതെന്നിട്ട് നീ ഒന്ന് പറഞ്ഞോട്ടെ, കാരണം ലൈക്ക് എന്റെ കയ്യിലുണ്ട്, ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ. ന്യൂസ് ചാനലിലൊക്കെയാണ് വന്നേക്കുന്നത്, അപ്പൊ അതുകൊണ്ട് മേ ബി. അതെ, എന്തായാലും സൂര്യ ചെയ്യേണ്ടിരുന്ന സിനിമയായിരുന്നു ഇത്. സൂര്യ, ദുൽഖർ, നസ്രിയ, വിജയ് വർമ്മ. അത് മാറിയിട്ടാണ് SK, ജയം രവി, നടിയാരായിരുന്നു ശ്രീലീല, ശ്രീബാല, ശ്രീലീല, എവിടെയെങ്കിലും ഉറപ്പിക്കും. ശ്രീലീലല്ലേ? ശ്രീലീലന് തോന്നുന്നു. പിന്നെ ആരായിരുന്നു? വേറെ ആരോ ഉണ്ടായിരുന്നു, റോഷൻ മാത്യു ഒക്കെ ഉണ്ടായിരുന്നു. റോഷൻ മാത്യു ഉണ്ടായിരുന്നല്ലേ, പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. പിന്നെ അഥർവ. അങ്ങനെ വൻ കാസ്റ്റിംഗ് ഒക്കെ തന്നെ ആയിരുന്നു. എന്താണെന്ന് അറിയില്ല കേട്ടോ. സംഭവം എന്തോ സംഭവം ഉണ്ട്, അത്ര അറിയാം. അതെ, സെറ്റിൽ നിന്ന് പറയാൻ പറ്റുമോ? കാരണം ഇതിന്റെ ഷൂട്ട് തുടങ്ങിയിട്ടില്ലല്ലോ. ഇത് തുടങ്ങിയ രീതിയിലാണ് അവർ ന്യൂസിലൊക്കെ വരുന്നത്. സംഭവം എന്താ അറിയോ, സുധാകംകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സിനിമ തുടങ്ങുന്നതിന് മുൻപ് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടുന്നായിരിക്കാം മേ ബി, അല്ലേ? ആയിരിക്കാം. എന്താണെങ്കിലും അടുത്ത കിഴി രാജാ സാബ്. സിനിമയില് ശ്രീലീലേന്റെ ഐറ്റം സോങ് നയൻതാരേനെ മാറ്റിയോ, തട്ടിക്കളഞ്ഞിട്ടുണ്ട്. നയൻതാരയെ വെച്ചിട്ടുള്ള ഐറ്റം സോങ് ആയിരിക്കുമെന്നായിരുന്നു ആദ്യ റൂമേഴ്സ്. അപ്പൊ പകരം ശ്രീലീല. വൈ ബ്രോ വൈ? അറിയില്ല. നയൻതാരന്റെ കുറെ അതിലെ കണ്ടിട്ട് ഐറ്റം സോങ് കണ്ടിട്ട് അല്ല, ചെയ്തു പോന്നോണ്ടിരുന്ന കാര്യം ഓർമ്മയിൽ വരുന്നതിൽ തെറ്റൊന്നുമില്ല. ഡെയിലി കണ്ടോണ്ടിരുന്ന അല്ല, ആള് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ആളുടെ ഗംഭീരമായിട്ടുള്ള ഒരുപാടുണ്ട്. ഓർമ്മയിൽ വരികയാണെങ്കിൽ ഗജിനിയൊക്കെ കഴിഞ്ഞിട്ട് മാരക സാധനമുണ്ട്. ഏതാടാ? നമ്മുടെ വെങ്കടേഷിന്റെ കൂടെ ഉള്ള സിനിമ, പടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അതേതാ പടം? അതേതാ പടം? ആ പാട്ട് ലക്ഷ്മി. അതന്നെ. അപ്പൊ നേരത്തെ പറഞ്ഞ കറക്റ്റാ. എന്ത്? അല്ല, ഐറ്റം സോങ് കുറെ ആയില്ലേ ചെയ്തിട്ടാണ്. അപ്പൊ ആ രീതിയിൽ പറഞ്ഞാണ്, അർത്ഥം ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട്, സോറി. ഇന്നാളൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്താ റഫത്ത് ഇപ്പൊ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, ഉടൻ കൊണ്ടുപോയി കെട്ടിക്കണം എന്ന് പറഞ്ഞത്. അടുത്തത് പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ. കുട്ടിക്ക് ചത്തു പോയാണ് ഇപ്പൊ, ശ്വാസമൊക്കെ പിടിച്ച് നിൽക്കുക. സത്യത്തിൽ ഞാൻ അവിടെ ഉടക്കിയിരിക്കണം. അത് കട്ട് ചെയ്യണോ വേണ്ടേ? അത് അറിഞ്ഞു പറഞ്ഞതല്ല, അത് അറിയാണ്ട് പോയതാണ്. അത് വിട്ടേക്ക്, എല്ലാരും അങ്ങനെ തന്നെ അല്ലേ. പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അതൊക്കെ സ്വാഭാവികമായിട്ടും വന്നു പോണ സാധനം. അപ്പം ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാൽ മൂവി. സിനിമ ഒരു ഹൊറർ ജോണറിൽ വരുന്ന സിനിമയാണ്. അതായത് ആളുടെ ഇഷ്ട പരിപാടി അത് ഹൊററാണല്ലോ. ഭൂതകാലം, ഭ്രമയുഗം, പിന്നെ ഏതായിരുന്നു റെഡ് വൈൻ അല്ലേ? റെഡ് വൈൻ അല്ലേ അതിൻ്റെ പേര്? റെഡ് റൈനോ? ഇതൊക്കെ ഗംഭീര സാധനങ്ങളായിരുന്നു, വെറൈറ്റി ഐറ്റമായിരുന്നു. അപ്പോൾ അതിലേക്ക്, അതായത് ഈ ഹൊറർ പരിപാടിയിലേക്ക് നമ്മുടെ പ്രണവ് മോഹൻലാൽ ജോയിൻ ചെയ്യുന്നു. പ്രണവിനെ വെച്ചിട്ട് നമ്മുടെ രാഹുൽ സദാശിവൻ ഒരു മൂവി ചെയ്യുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. ഏതാണ്ട് ഉറപ്പിച്ചു ജനുവരി ലാസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റിലേക്കോ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങാൻ സാധ്യതയുണ്ട്. ആള് നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് കേട്ടോ. നാട്ടിലെത്തിയിട്ടുണ്ട്. ഫോട്ടോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ചെന്നൈ എയർപോർട്ടിൽ നിന്ന്. ഫൈനലി നാട്ടിലെത്തിയത്. അടുത്തത് ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ്. 2 ബിഗ് MC, 2 മക്കളുണ്ടാക്കിയിട്ടുണ്ട് ആൺകുട്ടികളെ. രണ്ടും കേരളത്തിലില്ല. അതൊരു സത്യം കേട്ടോ. ഒന്ന് സിനിമന്റെ വഴിയാണെങ്കിലും ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെത്തുന്നത് വല്ലപ്പോഴാണ്. അതേപോലെ മറ്റേ ആള്
പ്രണവും എന്താണെങ്കിലും കുറച്ചു കാലം കഴിയുമ്പോൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ. ഇപ്പൊ ഞാൻ അടുത്ത് കിഴിയതായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. വാവ്. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്ന് 7 മണിക്ക് പുറത്തു വരുന്നുണ്ട്. ഇന്നലെ അതിൻ്റെ അനൗൺസ്മെന്റ് വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നത്. പോസ്റ്റർ പോരട്ടോ, സിമ്പിൾ ആയിട്ട് പറയും, വളരെ സിമ്പിൾ ആയിട്ട് പറയാം. പക്ഷേ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അല്ലേ, അതിൽ നിന്നൊരു കണ്ടിന്യൂറ്റി ഉണ്ട് അതിന്. അത് ഫേസും കാര്യങ്ങളൊന്നും കാണിക്കാതെ എപ്പോഴും ഈ ആളുടെ തലയും കാലും ഒക്കെ വെട്ടിക്കളഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഗൗതം മേനോന്റെ കയ്യിലുള്ളത്. പക്ഷെ മറ്റതിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അത് അപ്പുറത്ത് വെച്ചു. അത് ഇങ്ങനെ കാണേണ്ടവർക്ക് ഇങ്ങനെയും കാണാം, അല്ലാത്തവർക്ക് അതും. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി തന്നെ ആണെന്ന് എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് എഴുതിയിട്ടാണ്. അത് ശരിയാ. അതുകൊണ്ട് വെച്ചാ ഓക്കെ. അടുത്ത കിഴി എന്തായാലും കൊള്ളാം. വരട്ടെ, ടീച്ചർ വരട്ടെ. ഇന്ന് എന്തൊക്കെ ഏതൊക്കെയാണ്? ഐഡന്റിറ്റി, റൈഫിൾ ക്ലബ്ബ്, ഇതിന്റെ പേര് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. പേര് മാത്രം വിളിച്ചാൽ മതി. പോളാടുന്നേ, അത് ആർഭാടൊന്നും വേണ്ട, ഡൊമിനിക് അത്ര മതി. ഓക്കെ. അടുത്ത കിഴി മാർക്കോ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് രാവിലെ ഓരോ വീഡിയോ വെച്ച് കാച്ചിയതാ. ജോഷി ചതിക്കും ആശാമാരെ. ട്രെയിലർ ഇല്ലാന്നൊക്കെയാണ് കേൾക്കുന്നത് കേട്ടോ. ടീസറിൽ നമ്മള് സംതൃപ്തരാവണം. ഇനി നിങ്ങൾ സിനിമ വരുമ്പോൾ ഹാപ്പി ആയിക്കോളാം. അതായത് ഇതിന്റെ സെൻസറിങ് ഇഷ്യൂ വലിയ പ്രശ്നം തന്നെയാണ്. യൂട്യൂബ് ഇത് നിലനിർത്തണമല്ലോ. ടീസറിൽ അങ്ങനെ കാണിച്ചത് വലിയൊരു വിഷയമല്ലാതെ പോയി. പക്ഷെ ട്രെയിലർ കുറച്ചും കൂടി മുന്തിയ ഐറ്റം പുറത്തുവിടുമ്പോഴേ അത് വിഷയമായിട്ട് തന്നെ വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കണം. എന്താണെങ്കിലും ഇതുവരെ കേട്ട റിപ്പോർട്ട് വെച്ച് ട്രെയിലർ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ അതിലിങ്ങനെ കടിച്ചു തൂങ്ങണ്ട, ഒന്ന് ഒരു മയത്തിലൊക്കെ ആക്കിയിട്ട് ഇറക്കാൻ പറ്റും, ചിന്തിക്കാം വേണമെങ്കിൽ. ഒരു ചെറിയ മയൊക്കെ വെക്ക്. ബാക്കി നിങ്ങൾ സിനിമയിൽ എന്താന്ന് വെച്ചാൽ കാണിച്ചോ. റിയാക്ഷൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് കൊതിച്ചിരുന്നതാ. അതുകൊണ്ടാ ഉള്ള കാര്യം പറയുന്നതിന് എന്താ, ഡെയിലി ഒരു തവണയെങ്കിലും മാർക്കോടെ ട്രെയിലർ വരുമ്പോലേ വ്യൂസ് കയറുന്ന കയറ്റൊക്കെ എന്തൊക്കെ സ്വപ്നം കണ്ടാന്നറിയാം ഞങ്ങള്. മാർക്കോനെ വെച്ചിട്ട് നശിപ്പിച്ച് കളയല്ലേ, മറ്റേ എന്താ പറയാ മുളച്ച് വരുമ്പോളെ നുള്ളിക്കളയല്ലേ എന്ന് പറഞ്ഞ പോലെ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്ററിലും ഇതിലൊക്കെ, ഏതാണ്ട് തമ്പനിയിലൊക്കെ ചെയ്ത് ഏതാണ്ട് ഇന്ന് രാവിലെയൊക്കെ. ഇനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നാലും നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഉപ്പിലിട്ടതിനോളം വരൂല. അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോടാ, അത് മറന്നും പോയല്ലോ, ഓർമ്മയില്ല. അതെന്തോ പരിപാടി ഉണ്ട്, എന്തൊക്കെയോ ഉപ്പിലൊക്കെ ഇട്ടുള്ള വയറ്റെടുത്തിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അതേപോലെ അതാണ് മനസ്സിൽ തോന്നിയത്. എന്തൊക്കെ തന്നാലും ഇതിന്റെ ട്രെയിലർ വരുമ്പോൾ ഒരു വൈബ് അത് ഇല്ലാണ്ടായി പോകും. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. വൈകിട്ട് 3 നേരന്ന് വരുന്നത്.